Hello guys, welcome back to the video. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 35,000 rupees താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതലും ബോറടിപ്പിക്കുക, നമുക്ക് നേരെ വീഡിയോയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് പോക്കോയുടേതാണ്, പോക്കോ F7. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു കിടലും ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzന്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 4 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ ഈ ഒരു സാധനത്തിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 20 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു പോക്കോ F7ലും കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7550 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 90 വാട്ട്സിന്റെ ടർബോ ചാർജിങ് ആണ്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് 115ലാണ് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോക്കോ F7 പരിഗണിക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+256GB വേരിയന്റ് 31,999 ആണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണ്, സാംസങ് ഗാലക്സി S24 FE ഫാൻസ് എഡിഷൻ. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിൽ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ, പിന്നെ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ, അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാംസങ്ങിന്റെ ഗാലക്സി S24 FEയും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 120 Hzന്റെ Full HD Plus ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ എക്സിനോസിന്റെ 2400E എന്ന് പറയുന്ന പ്രോസസറാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ്. 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. മെയിൻ ക്യാമറയിൽ നിന്ന് സെൽഫി ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4700 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 25 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്, ഞാൻ എല്ലാവരാണ് പറയണത്. പിന്നെ ഔട്ട് ഓഫ് ബോക്സ് 114ലാണ് വരുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഒപ്റ്റിക്കൽ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+128GB വേരിയന്റ് 34,511 രൂപയ്ക്കൊക്കെയാണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടേതാണ്, റിയൽമി GT 70. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിയൽമി GT 70യും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.8 ഇഞ്ചസിന്റെ 1.5K AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 8400 Max ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAhന്റെ ഒരു M1 ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ബോക്സ് 115ലാണ് വരുന്നത്. പിന്നെ IP69 റേറ്റിംഗ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഇതിന്റെ 8+256GB വേരിയന്റ് 32,999 ആണ് വരുന്നത്. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlusൻ്റെതാണ്, OnePlus Nord 5. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു സാധനവും പരിഗണിക്കാവുന്നതാണ്. അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസും ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.83 ഇഞ്ചസിന്റെ 1.5K സ്വിഫ്റ്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hzന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ ഈ ഒരു സാധനത്തിലും കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ ഒരു ക്യാമറയും 50 മെഗാപിക്സലിന്റെ തന്നെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറ എന്നും ബാക്ക് ക്യാമറ എന്നും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6800 mAhന്റെ ബാറ്ററിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് 115ലാണ് വരുന്നത്. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ കിട്ടുന്നുള്ളൂ. പിന്നെ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ കിട്ടുന്നുണ്ട്. LPDDR5Xും UFS 3.1 കിട്ടുന്നുള്ളൂ. സോ അത് കുഴപ്പമില്ലെങ്കിൽ നോക്കാവുന്നതാണ്. സോ ഈ ഒരു സാധനത്തിന്റെ 8+256GB വേരിയന്റ് 31,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 29,999 ഒക്കെ വാങ്ങാവുന്നതാണ്. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ Neo 10. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ അതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു iQ Neo 10 പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാൻ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hzന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ പ്രോസസറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ
8s Gen 4ഉം പിന്നെ നമ്മുടെ ഐക്യുവിൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെ കിട്ടുന്നുണ്ട്, ഗെയിമിംഗ് ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഒരു കിടലം പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആണ് വരുന്നത്, പിന്നെ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ അത്യാവശ്യം ഒരു കിടലം ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. ഫ്രണ്ട് ക്യാമറ ഒന്നും 4K വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAhന്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്, 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് 115 വരുന്നത്. പിന്നെ ബൈപാസ് ചാർജിങ്ങും 7K അൾട്രാ VC കൂളിംഗ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സാധനത്തിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 31,999 ആണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സാധനം 30,748 രൂപയ്ക്കൊക്കെ വാങ്ങാവുന്നതാണ്. പിന്നെ 128GB ROM വേരിയൻ്റ് ആയതുകൊണ്ട് UFS 3.1 കിട്ടുള്ളൂ. അപ്പോൾ 4.0 വേണമെന്നുണ്ടെങ്കിൽ 256GB ROM വേരിയൻ്റ് ഒക്കെ എടുക്കേണ്ടി വരും. സോ ഇതൊക്കെയാണ് 35,000 rupees ബഡ്ജറ്റ് റേഞ്ചിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളാക്കി ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.